ഹലോ, ഞാൻ ഭാഗ്യശ്രീ. ലേണോറ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ സെഗ്മെൻ്റ് ആണ്. അതായത് നമുക്ക് ലേണോറ എജുക്കോറിൽ വന്ന് പഠിച്ച് പാസ്സായി പോയ സ്റ്റുഡൻസിൻ്റെ റിവ്യൂസാണ്. സോ ഈ റിവ്യൂസ് എല്ലാം ഞാൻ ഇങ്ങനെ പോസ്റ്ററായിട്ടൊക്കെ ഇടാറുണ്ട്. അവരെനിക്ക് ക്ലിയർ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് തരാറുണ്ട് റിവ്യൂസൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ പോസ്റ്റേഴ്സായിട്ട് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുള്ളതാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറിയൊക്കെ ആയിട്ട് ഇടാറുള്ളതാണ്. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്, കുറച്ചും കൂടെ ഡീപ്പറായിട്ട് അവരുടെ അനുഭവങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. കാരണം ഇതുപോലെ ഒരുപാട് പേരുണ്ടായിരിക്കും മെഡിക്കൽ കോഡിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് CPC എക്സാം പ്രിപ്പയർ ചെയ്ത് CPC എക്സാമിൽ ഫെയിലായി പോയവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ പ്രിപ്പറേഷൻ പോലും കംപ്ലീറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരിലേക്കൊക്കെ മാക്സിമം എത്തുക. അതുപോലെ തന്നെ ലേണോറ എജുക്കോറിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയിട്ട് എങ്ങനെയാണ് കോഴ്സുകൾ എടുക്കുന്നത്, എത്രമാത്രം കെയറും സപ്പോർട്ടും നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാവരിലേക്കും എത്തണം. കാരണം എന്നാലാണ് ചെറിയ പൈസയിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ചെറിയ പൈസയിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ എല്ലായിടത്തുനിന്നും കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് വലിയ പൈസ കൊടുത്തിട്ട് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടാവും. പക്ഷേ ചെറിയ പൈസയിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് അങ്ങനെ എല്ലായിടത്തുനിന്നൊന്നും കിട്ടില്ല. സോ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ സ്റ്റുഡൻസ് ഇത്രയും ലെങ്തി ആയിട്ടുള്ള റിവ്യൂസും ഒക്കെ ഫ്രം ദെയർ ബോട്ടം ഓഫ് ദെയർ ഹാർട്ട് എന്ന് പറയാം. കാരണം അവർ ഈ റിവ്യൂസ് ഷെയർ ചെയ്യാറുള്ളത് നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെയാണ്. ഞാനും പൊതുവെ റിവ്യൂസൊന്നും അധികം ഷെയർ ചെയ്യും അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇത് ഇനിയും കൂടുതൽ പേരിലേക്ക് എത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ റിവ്യൂ ഷെയർ ചെയ്യുന്ന സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാൻ 1 by 1 ആയിട്ട് ഓരോ ദിവസവും ഓരോരുത്തരുടെ റിവ്യൂസ് വായിക്കാം. ഓക്കെ, അപ്പോൾ റാൻഡം ആയിട്ടാണ് വായിക്കുന്നത്. ആദ്യം ചേർന്ന അങ്ങനെയോ അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന റിവ്യൂ ഒന്നും അല്ല. റാൻഡം ആയിട്ട് കുറച്ച് റിവ്യൂസ് വായിക്കാം. കാരണം ഇതൊക്കെ നേരത്തെ ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ഫാത്തിമ ഫൽഹാനാണ്. ഞാൻ ഈ റിവ്യൂ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ കൊടുക്കാം. ഓക്കെ, സോ ഫാത്തിമ ഫൽഹാൻ ആദ്യം തന്നെ താങ്ക് യു പറഞ്ഞിരിക്കുകയാണ്. താങ്ക് യു ഓൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ പാസ്സായിട്ടുള്ള ആ ഒരു പോസ്റ്റർ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പിൻ്റെ പേര് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, CPC ക്രാക്കർ 2024. 2024 നമ്മൾ ലേണോറ എജുക്കോർ ആയിരുന്നില്ല, CPC ക്രാക്കർ ആയിരുന്നു. 2025 നമ്മൾ പേര് ചേഞ്ച് ചെയ്തത്. അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ഓക്കെ, അപ്പോൾ 2024 പാസ്സായിട്ടുള്ള ഫാത്തിമ ഫൽഹാൻ്റെ റിവ്യൂ ആണ് ഞാൻ വായിക്കാൻ പോകുന്നത് കേട്ടോ. സോ താങ്ക് യു ഓൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഓക്കെ, ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു റീസൺ പറഞ്ഞു അല്ലേ. നമ്മൾ ആ ഒരു പോസ്റ്റർ ഇടുന്ന സമയത്ത് തന്നെ എല്ലാവരും കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയും. നമ്മുടെ സ്റ്റുഡൻസ് ഓൾറെഡി പഠിച്ച് കഴിഞ്ഞ് എക്സാം എഴുതി പാസ്സായവരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ, കാരണം അത് അവർക്കൊരു ഇൻസ്പിറേഷനാണ്. സോ എല്ലാവരും കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടാണ് താങ്ക് യു ഓൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്നും കൺഗ്രാജുലേഷൻസും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വായിക്കാം. മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഭാഗ്യശ്രീ മാം ആൻഡ് ലിറ്റി മാം. ഇതിലെ ഭാഗ്യശ്രീ മാം ഞാൻ തന്നെയാണ്. ലിറ്റി മാം നമ്മുടെ വേറൊരു ടീച്ചറാണ്, നല്ല അടിപൊളി ടീച്ചറാണ്. നമുക്ക് തുടക്കത്തിൽ തന്നെ CPC ക്രാക്കറിൽ ജോയിൻ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും സ്കോർ നേടി പാസ്സാകാൻ കഴിഞ്ഞത്. അതായത് ഇവിടെ ഫാത്തിമ ഫൽഹാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും പഠിച്ചിട്ടില്ല, നമ്മുടെ തന്നെ സ്റ്റുഡൻ്റ് ആയിരുന്നു. വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും പഠിക്കുന്നതിന് മുമ്പ് തന്നെ CPC ക്രാക്കറിൽ, അന്ന് CPC ക്രാക്കർ, ഇന്ന് ലേണോറ എജുക്കോർ, ഇവിടെയാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ആൾ പാസ്സായിട്ടുണ്ടായിരുന്നു. മാമിൽ നിന്നും വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കിട്ടിയത്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. പഴയ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കാറുള്ളത്. എല്ലാ സമയവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. ഓരോ സമയവും CPC എക്സാമിൽ വരുന്ന ചേഞ്ചസ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് സ്റ്റുഡൻസിന് കൊടുക്കാറുണ്ട്. അത് അവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ അത്രയും ക്വാളിറ്റി കണ്ടന്റ് തന്നെ നമ്മൾക്ക് കുറേ കൊടുക്കുക എന്നുള്ളതല്ല, കൊടുക്കുന്നത് ഏറ്റവും ക്വാളിറ്റി ആയിട്ട് കൊടുക്കണം എന്നൊരു നിർബന്ധം നമ്മുടെ ലേണോറ എജുക്കോറിനും എനിക്കും ഉണ്ട്. ഓക്കെ, സോ അത് നമ്മൾ അതെന്നും ഫോക്കസ് ചെയ്യാറുണ്ട്. അതാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത്.
പഠിക്കുമ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും മാം അഡ്വൈസ് ചെയ്ത് തന്ന കാര്യങ്ങളെല്ലാം അതുപോലെ അനുസരിച്ച് ചെയ്തത് കൊണ്ട് എക്സാം ടൈമിൽ കൂടുതൽ കോൺഫിഡൻ്റ് ആയി അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. അതായത് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് അഡ്വൈസസ് കൊടുക്കും. അത് ഒരു ഗ്രൂപ്പിലൊന്നുമല്ല കൊടുക്കുന്നത്, എല്ലാവർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടിയിട്ടാണ് ലേണോറ എജുക്കോറിൽ ഓരോ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മെഡിക്കൽ കോഡിംഗ് ആണെങ്കിലും CPC പ്രിപ്പറേഷൻ ആണെങ്കിലും മറ്റു കോഴ്സുകളാണെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും ഏതൊരു കോഴ്സും ഓരോ പേഴ്സണ് അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഇതിൽ നിങ്ങളൊക്കെ പലരും ഈ പറഞ്ഞ ഓൺലൈൻ കോഴ്സുകളിൽ ഇതിനു മുമ്പ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് പലർക്കും ഫെയിലിയർ ആയിരിക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, ഇന്ന് പഠിക്കാം, നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നീട്ടി വയ്ക്കും. നമ്മുടെ തന്നെ പ്രശ്നമാണ്. ക്ലാസ്സിൻ്റെ ക്വാളിറ്റി ആയിരിക്കില്ല ചിലപ്പോൾ പ്രശ്നം, പക്ഷേ ഇവിടെ നമ്മളത് ഉറപ്പ് വരുത്തും നിങ്ങൾ പഠിക്കുന്നുണ്ടെന്നുള്ളത്. കാരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊരു പേഴ്സണൽ സപ്പോർട്ട് എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് പഠിച്ചു, എത്ര പഠിച്ചു എന്ന് വരെ നമ്മുടെ ടീച്ചേഴ്സ് കൃത്യമായി നോക്കി മനസ്സിലാക്കി നിങ്ങളെ കൊണ്ട് അത് പഠിപ്പിച്ചെടുക്കും. അല്ലാതെ നിങ്ങൾ തന്ന പൈസ ഓൺലൈനായ പൈസ വെറുതെ പോവും എന്ന് പലരും ചിന്തിക്കാറുണ്ട്. പക്ഷേ വേറെ എവിടെ പോയാലും ലേണോറ എജുക്കോറിൽ നിങ്ങൾക്കത് പോവില്ല എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്ക് പോലും വിടാതെ പഠിപ്പിച്ചു. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയോ ഒന്നും നമ്മൾ വിടൂല. അതേപോലെ തന്നെ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് സ്റ്റുഡൻസിൻ്റെ അടുത്ത്, നിങ്ങൾ വേറെ എവിടെ നിന്നും ഒന്നും പഠിക്കണ്ട, ഇതിലെന്ത് പറഞ്ഞോ അത് മുഴുവനായിട്ടും പഠിച്ചാൽ മതി. കാരണം ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റാണ് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒന്നും വാരി വലിച്ച് പഠിക്കേണ്ട ഒരാവശ്യവും വരില്ല എന്നുള്ളത് നമ്മൾ ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് പറയാനായിട്ട് പറ്റും. വേറൊന്നും നിങ്ങൾ പഠിക്കേ വേണ്ട എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. പഠിക്കുന്നത് കൃത്യമായി പഠിച്ചാൽ ഈസി ആയിട്ട് പാസ്സാവാനും സാധിക്കാറുണ്ട്. എന്ത് ഡൗട്ടും ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റിയിരുന്നു. ബിക്കോസ് പേഴ്സണൽ ട്യൂട്ടർ അവർക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് വീക്ക്ലി വൺസ് നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ട് എന്നൊക്കെ പറയും, ഗൂഗിൾ മീറ്റ് ആണെന്നൊക്കെ പറയും. പക്ഷേ നമ്മളൊരു ഡൗട്ട് ഇപ്പോൾ തോന്നി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ആ ഗൂഗിൾ മീറ്റിൻ്റെ ടൈം വരേക്കും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ഡൗട്ട് ചോദിച്ചാൽ പറഞ്ഞു തരുന്ന ടീച്ചേഴ്സാണ് നമുക്കുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം റിവിഷൻ സെക്ഷനിൽ മാം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നിരുന്നു. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാൻ ഒരു മടിയും ഇല്ല. കാരണം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പാസ്സാവുക എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. സോ അത് റിപ്പീറ്റ് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും പഠിപ്പിച്ചെടുത്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോവുള്ളൂ. അതാണ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ സോൾവ് ചെയ്യാൻ എന്നെ കൂടുതൽ സഹായിച്ചത്. പാസ്സാകാൻ ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആകും എന്ന് മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് കേട്ടിരുന്നത് കൊണ്ട് ഞാൻ വളരെ ടെൻസ്ഡ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ഒരുപാട് പേര് പറയുന്ന അല്ലെങ്കിൽ മെഡിക്കൽ കോഡിങ്ങിലേക്ക് വരുന്ന പലർക്കുള്ള വലിയൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വലിയൊരു ഡിഫിക്കൽട്ടി ഏരിയയാണ് ഈ CPC എക്സാം പാസ്സാവുക എന്നുള്ളത്. അത് വളരെ ടഫാണ്, അതൊരിക്കലും പാസ്സാവില്ല അങ്ങനെ വരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈസി ആയിട്ട് നമുക്ക് കൃത്യമായി പഠിച്ചാൽ പാസ്സാവാൻ പറ്റും. ഞാനങ്ങനെ പാസ്സായിട്ടുണ്ട്, ഞാനങ്ങനെ ഒരുപാട് പേരെ പാസ്സാക്കിയെടുത്തിട്ടുണ്ട്. എനിക്കത് അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാം കേട്ടോ. കാരണം സിമ്പിളായിട്ട് പാസ്സാക്കാം എന്നുള്ളതാണ്, കുറേ കഷ്ടപ്പെടുത്തി പാസ്സാക്കുക എന്നുള്ളതല്ല. ഏറ്റവും സിമ്പിളാക്കിയിട്ട് എങ്ങനെ പാസ്സാക്കിയെടുക്കാം എന്നാണ്. പക്ഷേ മാമിൽ നിന്നുള്ള പ്രോപ്പർ സപ്പോർട്ടും മോട്ടിവേഷനും ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള അവസരവും കൊണ്ട് എനിക്കിത് കൂടുതൽ ഈസിയായി തോന്നി. കൂടുതൽ ഈസി ആയിരുന്നു ആക്ച്വലി. താങ്ക് യു സോ മച്ച് ഭാഗ്യശ്രീ മാം ആൻഡ് ലിറ്റി മാം. നിങ്ങൾ പറഞ്ഞു തന്ന ഓരോ പീസ് ഓഫ് ഇൻഫർമേഷനും എക്സാം ടൈമിൽ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിരുന്നു. അതായത് നമ്മൾ ഓരോ ഇൻഫർമേഷൻ അത് അവർക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണോ വേണ്ടത് എക്സാം പാസ്സാവാൻ അത് കറക്റ്റായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ ലേണോറ സ്റ്റോറീസ് എന്ന് പറഞ്ഞ സീരീസ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക അല്ലേ. നമുക്ക് നമ്മുടെ നാടിനും ഇന്ന് വേണ്ടത് ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്. പൈസ കൊടുക്കാൻ നമുക്ക് ഉണ്ടായിരിക്കും, പക്ഷേ കുറഞ്ഞ ചിലവിൽ എഡ്യൂക്കേഷനും കിട്ടുമായിരിക്കും.
കുറഞ്ഞ ചിലവിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ലേണോറ എഡ്യൂക്കോർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക അതിന് വേണ്ടിയിട്ട്, അല്ലേ, നമ്മുടെ നാടിന് വേണ്ടിയിട്ട്, നല്ല നാളേക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.